എൻ്റെ കുടുംബത്തിലെ ഒരു പരിപാടിക്ക് പോലും എന്നെ വിളിക്കാറില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഈ പ്രോഗ്രാമിൻ്റെ അന്ന് പല മുഖങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് കേട്ടോ. ആദ്യം പരിപാടി എന്താണെന്നും കൂടി പറയാം. ഈ ഒരു മാസം 16-ന് തൃശ്ശൂർ വെച്ചിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എനിക്ക് ഏകദേശം 3 മണിക്കൂറായിരുന്നു കേട്ടോ യാത്ര. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തുന്ന സമയത്ത് തന്നെ കൗണ്ടറൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. 3 കൗണ്ടറാണ് കേട്ടോ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 560 പാരൻസിനെയാണ് കേട്ടോ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഒരു ടോട്ടൽ ക്രൗഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1500-ൻ്റെ അടുത്തോളം ക്രൗഡ് വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് പല അമ്മമാരും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങളെ ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾക്കുള്ള സാലറി? കോർഡിനേറ്റർ ആണല്ലോ എന്നൊക്കെ. അതിനുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിലുള്ള ഇവരുടെ ഈ ഒരു ഹാപ്പിനെസ്. അതെ, ഒരു രൂപ പോലും പ്രതീക്ഷിക്കാതെ, ഒരു രൂപ പോലും വാങ്ങാതെയാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ ആഗ്രഹിച്ചത് ഇവരുടെ കൂടെ ഒരു നിമിഷം, ഒരു അധികം നേരം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, അവരിൽ ഒരാളായിട്ട് മുന്നോട്ട് പോവുക എന്നായിരുന്നേ. അതുകൊണ്ടിപ്പം സത്യം പറയാമല്ലോ, എന്നെ കോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങൾ പല ആളുകളെയും കോൾ ചെയ്യാൻ ഒരുപാട് അമ്മമാരാണ്. ഒരു നേരം ഓൺലൈനിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ മോളെ ഓൺലൈനിൽ കണ്ടില്ലല്ലോ എന്ന് പറയാൻ ഒരു പറ്റം അമ്മമാരെയാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. കോർഡിനേറ്റർ എന്ന നിലയിൽ എനിക്ക് റെക്കഗ്നേഷൻ ഉണ്ടായിരുന്നേ. ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റിയതിലും. ഒരുപാട് അമ്മമാരെ കാണാൻ പറ്റി, ഒരുപാട് ചേർത്ത് പിടിക്കൽ, പല ആളുകളും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു നിമിഷം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ അത്രയും പ്രൗഡാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ ആവുന്നത്. എൻ്റെ ഫ്രണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുകൾ തുനിഞ്ഞിറങ്ങി. ഞങ്ങളൊരു 6 പേര് അതായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കോർഡിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ബിഗ് ബ്രദറും കൂടെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോൺ ജോസഫ്, മറ്റാരുമല്ല, ഞങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ, അതായത് ഞങ്ങളുടെ അപ്ലൈന്. എങ്ങനെയാണെങ്കിലും ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നേ.